ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ദുഃഖകരമായ ഒരു വാർത്തയിലേക്ക് വീണ്ടും പോവുകയാണ്. മലപ്പുറത്ത് പേവിഷബാധയേറ്റ് ചികിത്സയിലിരുന്ന 5.5 വയസ്സുകാരി മരിച്ചു. മലപ്പുറം പെരുവള്ളൂർ കാക്കത്തടം സ്വദേശി സൽമാനുൽ ഫാരിസിന്റെ മകൾ സിയ ഫാരിസാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 2 മണിയോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു മരണം. പ്രതിരോധ വാക്സിൻ സ്വീകരിച്ച കുട്ടിക്ക് പിന്നീട് പേവിഷബാധ സ്ഥിരീകരിച്ചിരുന്നു. വിവരങ്ങളുമായി ഹരികുമാർ ചേരുന്നുണ്ട്. ഹരികുമാർ, വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. എങ്ങനെയാണ് വിവരങ്ങൾ? തീർച്ചയായും ജീന, വളരെ ദുഃഖകരമായ വാർത്ത തന്നെയാണ്. 5.5 വയസ്സുകാരി മരിച്ചിരിക്കുന്നതെന്ന് പുലർച്ചെ 2 മണിയോടെയാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. തലക്കേറ്റ കടിയാണ് ഈ പേവിഷബാധ ഏൽക്കാനുണ്ടായ ഒരു സാഹചര്യം എന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ ഇപ്പോൾ പറയുന്നത്. ഈ കുട്ടിക്ക് നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ അന്ന് തന്നെ വാക്സിൻ എടുത്തിരുന്നു. ഇതിനുശേഷവും കുട്ടിക്ക് പേവിഷബാധയേറ്റത് എങ്ങനെയെന്നുള്ള ഒരു ആശങ്ക മെഡിക്കൽ കോളേജ് അധികൃതരും പങ്കുവച്ചിരുന്നു. ഇതിന് കാരണമായി അല്ലെങ്കിൽ ഒരു സാഹചര്യം ഉണ്ടായത് എങ്ങനെയെന്ന് അധികൃതർ വിശദീകരിക്കുന്നുണ്ട്. ഈ കുട്ടിക്ക് തലയ്ക്ക് കടിയേറ്റപ്പോൾ വളരെ വേഗത്തിൽ തന്നെ തലച്ചോറിനെ ഇത് ബാധിച്ചിട്ടുണ്ട്. ഇതാണ് വാക്സിൻ പ്രവർത്തിച്ചു തുടങ്ങുന്നതിന് മുൻപ് തന്നെ കുട്ടിക്ക് ഈ വിഷബാധയേറ്റത് എന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ ഇപ്പോൾ പറയുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് വാക്സിൻ പ്രവർത്തിക്കാതിരുന്നതും. എന്തായാലും വളരെ ദുഃഖകരമായ അവസ്ഥയായിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ 25-നാണ് കുട്ടിയെ അതീവ ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. വാക്സിൻ എടുത്തതിന് ശേഷം ഏപ്രിൽ 19-നാണ് കുട്ടിക്ക് കടുത്ത പനി അനുഭവപ്പെട്ടത്. ഇതേ തുടർന്ന് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ കുട്ടിയെ പ്രവേശിപ്പിച്ചിരുന്നു. കൂടുതൽ നില ഗുരുതരമായതിനെ തുടർന്നാണ് ഏപ്രിൽ 25-ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. എന്തായാലും കുട്ടിയുടെ നില അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്നതിനിടെ ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ജീന, ശരി. പേവിഷബാധയേറ്റ് ചികിത്സയിലിരുന്ന 5.5 വയസ്സുകാരി മരണത്തിന് കീഴടങ്ങിയിരിക്കുകയാണ്. ഹരികുമാറാണ് വിവരങ്ങൾ നൽകിയത്.